Good morning, friends. Welcome back to the thermodynamics and entropy lectures. And today we will discuss some more topics from this module. And first topic of discussion is refrigerator. So refrigerator is the uh, what do you say device or the which we use at everyone's home nowadays. Fridge എന്നാണ് നമ്മൾ വിളിക്കുക. We will call it as fridge, and it is an equipment which is available in most of our home, and its principle is exactly different of that heat engine. ഹീറ്റ് എഞ്ചിന് നേരെ വിപരീതമായിട്ടാണ് റെഫ്രിജറേറ്ററിൻ്റെ ഫംഗ്ഷനിങ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഹീറ്റ് എഞ്ചിനിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു, ചൂടുള്ള ഒബ്ജക്റ്റിൽ നിന്ന് നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഹീറ്റ് എടുക്കുന്നു, എന്നിട്ട് അത് നമുക്ക് എനർജി അല്ലെങ്കിൽ വർക്ക് പുറത്തേക്ക് തരുന്നു. ബാക്കിയുള്ള ഹീറ്റ് അതിനേക്കാൾ തണുത്ത ഒരു സ്ഥലത്ത് അത് സപ്ലൈ ചെയ്യുന്നു. പക്ഷേ റെഫ്രിജറേറ്റർ, എ സി ഒക്കെ എന്താ ചെയ്യുക? അവർ സത്യത്തിൽ ഓൾറെഡി ചൂടുള്ള സ്ഥലമുണ്ട്, പുറത്ത് അതിനേക്കാൾ ചൂടുള്ള സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക. ഈ ചൂട് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ചൂട് കൂടിയ സ്ഥലത്തേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയാണ് റെഫ്രിജറേറ്റർ ചെയ്യുക. അതൊരിക്കലും നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നാച്ചുറൽ ഹീറ്റ് ഫ്ലോ എങ്ങോട്ടാണ്? ഹീറ്റ് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് ഹീറ്റ് കുറവുള്ള സ്ഥലത്തേക്കാണ് നാച്ചുറലി ഹീറ്റ് ഫ്ലോ ചെയ്യാം. സെക്കൻഡ് ലോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഹീറ്റ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് അതിനേക്കാൾ ഹീറ്റ് കൂടിയ സ്ഥലത്തേക്ക് ഹീറ്റ് നാച്ചുറലി ഫ്ലോ ചെയ്യില്ല. അതിന് നമ്മൾക്ക് ഇത്തരത്തിലുള്ള മെഷീൻസ് വേണം. അതാണ് റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്റർ അത് വെറുതെ ചെയ്യില്ല. നമ്മൾ റെഫ്രിജറേറ്ററിന് വേറെ എനർജി കൊടുക്കണം. എന്നാൽ മാത്രമേ റെഫ്രിജറേറ്റർ ഇങ്ങനെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ ഡ്യൂട്ടി എന്താ? ബേസിക്കലി ലോവർ ഹീറ്റുള്ള സ്ഥലത്ത് നിന്ന് ഹയർ ഹീറ്റുള്ള സ്ഥലത്തേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാം, വിച്ച് ഈസ് ദ റിവേഴ്സ് ഓഫ് നാച്ചുറൽ പ്രോസസ്സസ്. ഫോർ ദാറ്റ് പർപ്പസ് വി ഹാവ് ടു സപ്ലൈ സം വർക്ക്. ഓക്കെ, നമ്മൾ അതിന് വർക്ക് കൊടുക്കണം. ശരി, അപ്പോൾ ഒരു റെഫ്രിജറേറ്ററിൻ്റെ വർക്കിങ്ങിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് സോഴ്സ് T2, ഇതാണ് സോഴ്സ് T1. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ T2വിനെക്കാട്ടിലും കൂടുതലാണ് ടെമ്പറേച്ചർ T1. അപ്പോൾ T2ൽ നിന്ന് Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് എടുക്കും, എന്നിട്ട് പുറത്ത് നിന്ന് നമ്മളൊരു W എമൗണ്ട് ഓഫ് എനർജി അല്ലെങ്കിൽ വർക്ക് റെഫ്രിജറേറ്ററിന് കൊടുക്കും. ആ വർക്കും കൂടി കിട്ടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ Q1 ഹീറ്റിനെ അത് T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലുള്ള സോഴ്സിൽ കൊണ്ടുപോയിട്ട് അത് ഡിപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, സാധാരണ നേരെ റിവേഴ്സ് പ്രോസസ്സാണ് നാച്ചുറലി നടക്കുക. ഇത് നമ്മൾ ഹീറ്റും കൂടി അങ്ങോട്ട് എനർജി അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അതാണ് റെഫ്രിജറേറ്ററിൻ്റെ റെഫ്രിജറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. മനസ്സിൽ തറപ്പിച്ചു വെക്കുക. ലോവർ ഹീറ്റ് ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് നിന്ന് ഹയർ ടെമ്പറേച്ചറുള്ള സ്ഥലത്തേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് റെഫ്രിജറേറ്റർ നടത്തുക. അതിന് എക്സ്റ്റേണലി നമ്മൾ എനർജി റെഫ്രിജറേറ്ററിന് കൊടുത്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ വൃത്തിക്ക് പറയുക. പിന്നെ അതിൻ്റെ ഷിമാറ്റിക് ഡയഗ്രാം കാണിക്കുക. ഇവിടെ ഹീറ്റ് എഞ്ചിനിൽ നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്ന പോലെ റെഫ്രിജറേറ്ററിൽ നമ്മൾ പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ബീറ്റ. ഇത് ചോദിക്കും കേട്ടോ, ഇത് പല രീതിയിൽ ചോദിച്ചേക്കാം. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഇസ് ഡിഫൈൻഡ് ആസ് heat absorbed from the source and the work done on the refrigerator. അപ്പോൾ ഇവിടുന്ന് എത്ര ഹീറ്റ് എടുത്തു, നമ്മുടെ സോഴ്സിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലുള്ള സ്ഥലത്ത് നിന്ന് എത്ര ഹീറ്റ് നമ്മൾ എടുത്തു, അവിടെ നിന്നുള്ള ഹീറ്റ് റിമൂവ് ചെയ്യാനുള്ളത് എത്ര ഹീറ്റ് എടുത്തു, പെർ അതിൻ്റെ മുകളിൽ നമ്മൾ എത്ര വർക്ക് ചെയ്തു, W വർക്ക്, ദാറ്റ് ഈസ് Q2 by W. W we know that Q1 minus Q2 is nothing but W. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q1 by T1 is equal to Q2 by T2. Therefore Q1 by Q2 is equal to T1 by T2. Therefore Q1 by Q2 minus 1 is equal to T1 by T2 minus 1. With that, Q1 minus Q2 by Q2 is nothing but T1 minus T2 by T2. Therefore that is equal to Q2 by Q1 minus Q2 is equal to T2 by T1 minus T2. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഭാഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. Now we will go to the next slide.
Our next topic of discussion is Carnot's theorem. Carnot's theorem is a very important topic in the point of examinations concerned. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിൻ്റെ ഐഡിയാസ് വളരെ സിമ്പിളാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കാർനോട്ട് തിയറത്തിനുള്ളത്. First, we can just look at the statement. It says, no engine can be more efficient than a reversible Carnot engine working between the same limits of temperature. അപ്പോൾ ഇതിൽ പറയണത് ഒരു എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ രണ്ട് ലിമിറ്റ്സ് ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്. നമുക്ക് അറിയാലോ എന്താണ് ആ ലിമിറ്റ്സ് ഓഫ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ് ലിമിറ്റ്സ് ഓഫ് ടെമ്പറേച്ചർ? സോഴ്സിൻ്റെ ഒരു ടെമ്പറേച്ചർ ഉണ്ട്, സിങ്കിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ഇതാണ് സോഴ്സ് വെച്ചെങ്കിൽ ഒരു ഹീറ്റ് എഞ്ചിൻ ആണെങ്കിൽ ഇതാണ് T1 ടെമ്പറേച്ചർ, ഇതാണ് സിങ്ക് വെച്ചെങ്കിൽ അതാണ് T2 ടെമ്പറേച്ചർ. സാധാരണ നമ്മൾ ഓരോന്നിനും അതിൻ്റെതായ ടെമ്പറേച്ചർ, ഇപ്പോൾ ഇത് 200 കെൽവിനും ഇത് വേണമെങ്കിൽ 300 കെൽവിനിലും നമ്മൾ അതിനെ സെറ്റ് ചെയ്യും ഫോർ ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ ഇതാണ് ലിമിറ്റ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ അവർ പറയണത് ഇവിടെ രണ്ട് ഹീറ്റ് എഞ്ചിൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, രണ്ട് ഹീറ്റ് എഞ്ചിൻസ്. അപ്പോൾ ഇത് അതേപോലെ സെയിം ലിമിറ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ് 200K, 300K. 200Kയും 300K ആണ് ലിമിറ്റ് ഓഫ് ടെമ്പറേച്ചർ. അങ്ങനെയാണ് അവർ പറയുന്നത് ഒരേ ലിമിറ്റ് ഓഫ് ടെമ്പറേച്ചറിൻ്റെ ലാണ് ഇത് രണ്ടും വർക്ക് ചെയ്യണത് വെച്ചെങ്കിൽ കാർനോട്ട് എഞ്ചിൻ്റെ അത്ര എഫിഷ്യൻസി വേറെ ഒരു എഞ്ചിനും ഉണ്ടാവില്ല. ഇതാണ് കാർനോട്ട് എഞ്ചിൻ എന്ന് വിചാരിക്കുക. എഫിഷ്യൻസി ഇത് കാർനോട്ട് സൈക്കിൾ അല്ലാത്ത വേറെ ഏതോ സൈക്കിളുള്ള ഒരു എഞ്ചിൻ. കാർനോട്ട് സൈക്കിൾ നമുക്ക് അറിയാലോ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അഡയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയാബാറ്റിക് എക്സ്പാൻഷൻ, അഡയാബാറ്റിക് കംപ്രഷൻ, ഐസോതെർമൽ കംപ്രഷൻ. ഇങ്ങനത്തെ 4 പ്രോസസ്സിലാണ് ഇത് നടക്കുക. അപ്പം ഇങ്ങനത്തതല്ലാത്ത വേറെ വല്ല പ്രോസസ്സിലും നടക്കുന്ന ഒരു ഹീറ്റ് എഞ്ചിൻ ആണെന്നൊക്കെ വിചാരിക്കാം. ഈ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഒരിക്കലും കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസിയുടെ അടുത്ത് എത്തൂല. ഓക്കെ, അപ്പം പ്രൊവൈഡഡ് ദെയർ ടെമ്പറേച്ചർ ലിമിറ്റ്സ് ആർ സെയിം. ഒരേ ടെമ്പറേച്ചർ ലിമിറ്റിൽ വർക്ക് ചെയ്യുന്ന ഹീറ്റ് എഞ്ചിനുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കമ്പാരിസണ് പരിഗണിക്കുള്ളൂ കേട്ടോ. അത് മനസ്സിലാക്കണേ. ഓക്കെ, അപ്പോൾ ഒരേ ടെമ്പറേച്ചർ ലിമിറ്റിൽ വർക്ക് ചെയ്യുന്ന ഹീറ്റ് എഞ്ചിനുകളുടെ ഇടയിൽ കാർനോട്ട് എഞ്ചിൻ്റെ അത്ര എഫിഷ്യൻസി, റിവേഴ്സിബിൾ കാർനോട്ട് എഞ്ചിൻ്റെ അത്ര എഫിഷ്യൻസി ഒരിക്കലും ഒരാൾക്കും കിട്ടില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഓൾ റിവേഴ്സിബിൾ എഞ്ചിൻസ് ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ദ സെയിം ലിമിറ്റ്സ് ഓഫ് ടെമ്പറേച്ചർ ഹാവ് ദ സെയിം എഫിഷ്യൻസി. എന്ന് വെച്ചാൽ ഒരേ ടെമ്പറേച്ചർ ലിമിറ്റിൽ വർക്ക് ചെയ്യുന്ന റിവേഴ്സിബിൾ എഞ്ചിൻസിനെല്ലാം ഒരേ എഫിഷ്യൻസി ആയിരിക്കും. വേറൊരു മാർഗ്ഗമില്ല. അതിലത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ് നൈട്രജൻ ആണെന്നോ, വർക്കിംഗ് സബ്സ്റ്റൻസ് വേറെ വല്ല ഗ്യാസ് ആണെന്നോ, വേറെ ഏതെങ്കിലും ആണെന്നോ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എഫിഷ്യൻസി ലിമിറ്റ്സ് ഓഫ് ടെമ്പറേച്ചറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സെയിം ലിമിറ്റ് ഓഫ് ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ഹീറ്റ് എഞ്ചിനുകളുടെ എഫിഷ്യൻസിയും സെയിം ആയിരിക്കും. ഇതാണ് കാർനോട്ട്സ് തിയറം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള തിയറം, പക്ഷേ അതിൻ്റെ പ്രൂഫ് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫിലേക്ക് വരാം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഷിമാറ്റിക് ആയിട്ടുള്ള ഒരു ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്. ഇവിടെ രണ്ട് എഞ്ചിൻസ് ഉണ്ടെന്ന് വിചാരിക്കും. രണ്ടും ഇതിപ്പോൾ സോഴ്സ് T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ, ഇത് സിങ്ക് T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ. T1 ആണ് ഹയർ ടെമ്പറേച്ചറിലുള്ളത്, T2 ലോവർ ടെമ്പറേച്ചറിലാണുള്ളത്. മനസ്സിലാക്കണേ. അപ്പോൾ ഇവിടെ ഈ രണ്ട് എഞ്ചിനുകളും താഴോട്ടാണ് വർക്ക് ചെയ്യണമെന്ന് ആദ്യം വിചാരിക്കുക. ചിത്രത്തിൽ കാണിച്ച പോലെയല്ല, താഴോട്ടാണ് രണ്ടും പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ I എന്ന് വെച്ചാൽ ഇറിവേഴ്സിബിൾ എഞ്ചിൻ, അത് Q1 പ്രൈം ഹീറ്റ് സോഴ്സിൽ നിന്ന് എടുത്ത് W വർക്ക് ചെയ്ത് Q1 പ്രൈം മൈനസ് W ഹീറ്റ് സിങ്കിൽ കൊണ്ടുപോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. അതുപോലെ ഈ ഒരു എഞ്ചിനും R എന്ന് പറയുന്ന റിവേഴ്സിബിൾ എഞ്ചിനും നേരെ താഴോട്ടാണ് ആദ്യം വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ആദ്യം പ്രോസസ്സ് ചെയ്യുന്നത്. അത് Q1 ഹീറ്റ് ഈ സോഴ്സിൽ നിന്ന് എടുത്ത് ഒരു W വർക്ക് പുറത്തേക്ക് തന്ന് Q1 മൈനസ് W ഹീറ്റിനെ ഇവിടെ താഴേക്ക് കൊടുക്കും, സിങ്കിലേക്ക് കൊടുക്കും എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള രണ്ട് എഞ്ചിനുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ if the heat engine R absorbs Q1 amount of heat and rejects Q2 amount of heat, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു W വർക്കാണ് അതിന് ചെയ്യാൻ പറ്റും, W ബൈ Q1. ശരി. അതുപോലെ if the heat engine I absorbs Q1 prime amount of heat and rejects Q2 prime amount of heat, then its efficiency eta prime is equal to W1 by Q1 prime. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അങ്ങനെയാണ്, വർക്ക് ഡിവൈഡഡ് ബൈ ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം സോഴ്സ്. അങ്ങനെയാണ് നമുക്ക്. ശരി. ഇനി നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ R എന്ന് പറയുന്ന എഞ്ചിനാണ് I എന്ന് പറയുന്ന എഞ്ചിനേക്കാളും എഫിഷ്യൻസി ഉള്ളത് എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ let us write that eta prime is greater than eta. Fine.
Therefore, according to these two equations, W by Q1 prime is greater than W by Q1. Both are doing same works. Then rearranging this equation will provide us Q1 is greater than Q1 prime, or Q1 minus Q1 prime is a positive quantity. ഉറപ്പാണല്ലോ Q1 Q1 പ്രൈമിനെക്കാട്ടിലും കൂടുതലാണ് എന്ന് ഈറ്റ പ്രൈം ഈറ്റനേക്കാളും കൂടുതലാണെങ്കിൽ Q1 Q1 പ്രൈമിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പോൾ Q1 ൽ നിന്നും Q1 പ്രൈം നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ നമുക്കൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് കിട്ടുക. ഓക്കെ, ശരി, അതവിടെ വെക്കുക. ഇനി നമ്മൾ നോക്കാം ഇറ്റ്സ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഇനി നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് എഞ്ചിനെയും കൂടെ നമ്മൾ കപ്പിൾ ചെയ്യുന്നു. കപ്പിൾ ചെയ്യുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ എഞ്ചിൻ R ഒരു റെഫ്രിജറേറ്ററിനെ പോലെ വർക്ക് ചെയ്യും. അതിന് എവിടുന്ന വർക്ക് കിട്ടുക? വർക്ക് ഈ ഒന്നാമത്തെ എഞ്ചിൻ ഉണ്ടാക്കുന്ന വർക്ക് നേരെ നമ്മൾ ഈ രണ്ടാമത്തെ എഞ്ചിന് കൊടുക്കും. അപ്പോൾ ഒന്നാമത്തെ എഞ്ചിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോഴ്സിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലുള്ള സോഴ്സിൽ നിന്ന് ഹീറ്റിനെ എടുത്ത് ലോവർ ടെമ്പറേച്ചറിലുള്ള സിങ്കിലേക്ക് ഹീറ്റിനെ ഡെപ്പോസിറ്റ് ചെയ്ത് കുറച്ച് വർക്ക് ചെയ്യും. ആ വർക്ക് അല്ലെങ്കിൽ ആ എനർജി നേരെ എടുത്ത് റിവേഴ്സിബിൾ എഞ്ചിന് കൊടുക്കും. അപ്പോൾ ആ റിവേഴ്സിബിൾ എഞ്ചിന് വർക്ക് കിട്ടിയാൽ അത് റെഫ്രിജറേറ്ററിനെ പോലെ നേരെ റിവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അത് എടുക്കുന്ന ഹീറ്റ് താഴ്ന്നൊരു ലെറ്റ് us assume Q1 മൈനസ് W എന്ന് പറയുന്ന ഹീറ്റ് ഈ ലോവർ ടെമ്പറേച്ചറിലുള്ള സിങ്കിൽ നിന്ന് എടുത്ത് അപ്പുറത്തെ എഞ്ചിൻ തരുന്ന W എന്ന് പറയുന്ന വർക്ക് സ്വീകരിച്ച് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് സോഴ്സിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് ഇയാൾ ചെയ്യുന്ന ഫംഗ്ഷൻ. ആര്? ഈ R എന്ന് പറയുന്ന റിവേഴ്സിബിൾ എഞ്ചിൻ ചെയ്യുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതൊരു റിവേഴ്സിബിൾ ആയിട്ട് റെഫ്രിജറേറ്ററിന്റെ ജോലിയാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഈ രണ്ട് എഞ്ചിനും നമ്മൾ അങ്ങനെ കപ്പിൾ ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കണേ, Q1 പ്രൈം എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ആരെടുക്കുന്നത്? I എന്ന് പറയുന്ന ഈ എഞ്ചിൻ ഹീറ്റ് എഞ്ചിന് ഫംഗ്ഷൻ ചെയ്യുന്നു. അയാൾ എടുക്കുന്നത്, അയാൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് Q1 പ്രൈം മൈനസ് W. ഇവിടെ നിന്ന് Q1 മൈനസ് W ഹീറ്റ് ആണ് ഇയാൾ ഈ സിങ്കിൽ നിന്ന് എടുക്കുന്നത്, തണുത്ത സ്ഥലമായ സിങ്കിൽ നിന്ന് എടുക്കുന്നത്. എന്നിട്ട് Q1 എമൗണ്ട് ഓഫ് ഹീറ്റിനെ സോഴ്സിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിന് W എന്ന് പറയുന്ന എനർജി ഇപ്പുറത്തുനിന്ന് അയാൾ സ്വീകരിക്കുന്നു. ഓക്കെ, ശരി, അതൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക, എഞ്ചിൻ R extracts Q1 minus W amount of heat from the sink, and W being done on it by engine I transfers Q1 amount of heat to this source, and the source loses Q1 prime amount of heat and gains Q1 amount of heat. അപ്പോൾ Q1 prime amount of heat ഈ എഞ്ചിൻ എടുത്ത് താഴേക്ക് കൊണ്ടുപോയി, Q1 prime amount of heat ഈ എഞ്ചിൻ എടുത്ത് താഴേക്ക് കൊണ്ടുപോയി Q1 amount of heat ഇയാൾ തിരിച്ചിങ്ങോട്ട് തരികയും ചെയ്യും. മുമ്പ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് Q1 ഈസ് ഗ്രേറ്റർ ദാൻ Q1 പ്രൈം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അസംഷനിൽ. അഥവാ ഈ Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നതാണ് ഇതിൽ തിരിച്ചെത്തിയ ഹീറ്റ്. Q1 പ്രൈം എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ഇതിൽ നിന്ന് പോയ ഹീറ്റ്. ടോട്ടൽ ഹീറ്റ് നോക്കുമ്പോൾ ഈ സോഴ്സിലേക്ക് ഇയാൾ കൊണ്ടുപോയതിനേക്കാൾ കൂടുതൽ ഹീറ്റ് ഇവിടെ തിരിച്ചെത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഓവറോൾ ഇവിടുന്ന് കുറച്ച് ഹീറ്റ് ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് കുറച്ച് ഹീറ്റ് ഇവിടുന്ന് അങ്ങോട്ട് പോയി. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ നഷ്ടം സിങ്കിനാണ്. സിങ്കിൽ നിന്ന് കൂടുതൽ ഹീറ്റ് സോഴ്സിലേക്ക് പോയതായിട്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റി വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് അപ്പോൾ ഈ രണ്ട് എഞ്ചിനുകളും കപ്പിൾ ചെയ്തു. ഇയാളെടുത്ത ചെയ്ത വർക്ക് എടുത്ത് ഇയാൾക്ക് കൊടുക്കരുത്. നമ്മൾ പുറത്തുനിന്ന് വല്ല എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഒരു എനർജിയും നമുക്ക് പുറത്തുനിന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ പുറത്തുനിന്ന് ഒരു എനർജിയും സ്പെൻഡ് ചെയ്യാതെ ഒരിക്കലും തണുത്ത സ്ഥലത്ത് നിന്ന്, അതായത് ഇവിടെ നിന്ന് ചൂടുള്ള സ്ഥലത്തേക്ക് ഹീറ്റിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് വയലേഷൻ ഓഫ് സെക്കൻഡ് ലോ ആണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും Q1 can't be greater than Q1 prime, അഥവാ ഈറ്റ പ്രൈം can't be greater than ഈറ്റ. ഇതാണ് ഇതിന്റെ പ്രൂഫ് കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ആ കാർനോട്ട്സ് തിയറം അതിന്റെ പ്രൂഫും നന്നായിട്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് കാർനോട്ട്സ് തിയറം. Now there are few problems that you can do it by yourself, so I will share you this PowerPoint. Next we are going to introduce a new concept called entropy. What is entropy? Entropy is something very interesting quantity. For that understanding about entropy, let us do some drawings over here. Okay, let me show something interesting drawings. Okay, look at this. This is a PV diagram, pressure versus volume diagram. Okay,
PV diagram. This is V and this is P. And you know how two isothermal processes can be uh, drawn in this, how adiabatic processes can be drawn in this. Okay. Now see this. I'm drawing two isothermal processes. So two adiabatic process. This is one adiabatic process. This is another adiabatic process. There are two adiabatic processes. There are two adiabatic processes shown in the graph. Okay. Now we can join these two adiabatic processes by an isothermal curve. This is an isothermal curve at temperature T1, an expansion. And you can join some at other point. The same two adiabatic processes can be joined by an isothermal process with a different temperature T2. I have joined them. Now this is, volume is increased from this direction to that direction. That means it is an expansion. So for that expansion, you must have given some amount of heat Q1. And here also you must have given some another amount of heat Q2. Okay. Hope that is clear to you. Now, this is now actually a Carnot cycle, right? If I close this, this looks like a Carnot cycle. So what is there in the Carnot cycle? This is a part of a Carnot cycle, an isothermal expansion, adiabatic expansion, isothermal compression, adiabatic compression. That I can easily write that Q1 by Q2 is equal to T1 by T2, or Q1 by T1 is equal to Q2 by T2. That is quite interesting thing. Then if you join another two pair of points of these adiabatics with another isothermal curve, that is by say T3 by giving an amount of heat Q3, this is part of another Carnot cycle. So I can equate them with Q3 by T3, Q3 by T3. So these are all equal. These are all equal things. So what is there is interesting is whenever you join two adiabatics by isothermal curves, then the temperature at which this isothermal process happens and the heat with which this isothermal process occurs, their ratio will be equal for all such isothermal processes connecting the same adiabatics. അതായത് രണ്ട് അഡയബാറ്റിക് പ്രോസസ്സുകളുടെ കർവുകളെ എവിടെ വെച്ച് ഐസോതെർമൽ കർവുകൾ വെച്ച് കണക്ട് ചെയ്താലും ആ ഐസോതെർമൽ പ്രോസസ്സിന് വേണ്ടി വരുന്ന ഹീറ്റും അവിടുത്തെ ടെമ്പറേച്ചറിന്റെ റേഷ്യോ വേറൊരു സ്ഥലത്ത് ഐസോതെർമൽ പ്രോസസ്സിന് വേണ്ടി വരുന്ന ഹീറ്റും അതിന് വേണ്ടി അവിടുത്തെ ടെമ്പറേച്ചറിന്റെ റേഷ്യോ അതെല്ലായിടത്തും ഈക്വൽ ആയിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. സോ ദിസ് ഈസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ് ക്വാണ്ടിറ്റി ഫ്രാങ്ക്ലി. ഈ റേഷ്യോ വല്ലാത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റേഷ്യോ ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എൻട്രോപ്പി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് ദ പ്രോസസ് എന്ന് വിളിക്കും. ഈ റേഷ്യോനെ നമ്മൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് വിളിക്കുന്നു. ഓക്കെ, ഗോട്ട് ഇറ്റ്? അപ്പൊ എന്താണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോസസ്സിന് വേണ്ടി വരുന്ന ഹീറ്റ് ദാറ്റ് ബൈ ടെമ്പറേച്ചർ. ഇതൊരു ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു delta Q or the amount of heat, del Q or the amount of heat for that process by T. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ എൻട്രോപ്പിയെ ഡിഫൈൻ ചെയ്തത് രണ്ട് അഡയബാറ്റിക്കുകളെ കണക്ട് ചെയ്യുന്ന ഐസോതെർമലിന്റെ പേരിലാണെങ്കിലും ജനറലി നമുക്ക് ഏത് പ്രോസസ്സിലും എൻട്രോപ്പിയെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ എല്ലാ പ്രോസസ്സുകൾക്കും ഇത് ഡിഫൈൻഡ് ആണ്. Therefore, for any process, the entropy change in entropy is defined as integral del Q by T. ഇതാണ് ഈ ചേഞ്ച് ഇൻ എൻട്രോപ്പിയുടെ ഇക്വേഷൻ കേട്ടോ, മറക്കണ്ട, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്റഗ്രൽ ഡെൽറ്റ del Q by T. This is the equation for change in entropy for any process. Okay, I hope that is clear to you. Okay, now how to use this equation? എനിക്കൊരു സംശയം തോന്നുന്നു, എന്ത് ഇക്വേഷൻ അത് കാണുമ്പോൾ തന്നെ ഒരു സുഖമൊന്നുമില്ലല്ലോ സാറേ എന്നൊക്കെ തോന്നിയേക്കാം.
Let us check. നമുക്കൊരു ഐസോതെർമൽ പ്രോസസ്സിന്റെ എൻട്രോപ്പി എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ എൻട്രോപ്പി എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഒരു ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോതെർമൽ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നമുക്ക് ഒരു പി വി ഡയഗ്രത്തിൽ തന്നെ അതിനെ നമുക്ക് ഇവിടെ കാണിക്കാം. പി വി ഒരു ഐസോതെർമൽ പ്രോസസ്സ് ഇതാ ഇങ്ങനെ നടക്കുന്നു. അതിന്റെ ഇനീഷ്യൽ പ്രഷർ P1 ആണ്, വോളിയം V1 ആണ്, ഫൈനൽ പ്രഷർ V2 ആണ്, വോളിയം V2 ആണ്, അതിന്റെ ടെമ്പറേച്ചർ T1 ആണ്. കാരണം ഐസോതെർമൽ പ്രോസസ്സ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചറിൽ എന്തില്ല, ചേഞ്ച് വരില്ല. ഇതാണ് പ്രോസസ്സ്, എക്സ്പാൻഷൻ ആണ്. അതിനാവശ്യമായിട്ടുള്ള ഹീറ്റ് Q1 ആണ്. അപ്പോൾ കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഫോർ ദിസ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ജനറൽ ഇക്വേഷനിലേക്ക് പോകുന്നു. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡെൽ ക്യൂ ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതുന്നു. ശരി, ഇനി നമ്മൾ പ്രോസസ്സിനെ പറ്റി ആലോചിക്കുകയാണ്. പ്രോസസ്സ് എന്താ? പ്രോസസ്സ് ഒന്നുമില്ല, ഐസോതെർമൽ പ്രോസസ്സ് ആയിരുന്നു. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ടെമ്പറേച്ചറിനെ നമുക്ക് ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ദിസ് വിൽ ബി സിംപ്ലി ഇന്റഗ്രൽ ബൈ ക്യൂ എന്നായി. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇന്റഗ്രൽ ഡെൽറ്റ ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള മൊത്തം ഹീറ്റ് Q1 ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ദ ടെമ്പറേച്ചർ, ദിസ് ഇസ് T1 ആക്ച്വലി, Q1 ബൈ T1. ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള സാധനമാണ്. ഈ ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ എൻട്രോപ്പിയെ ഡിഫൈൻ ചെയ്ത് തന്നെ. അപ്പോൾ ആ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എത്തി. ഇതാണ് ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ എന്തെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, ഈ എൻട്രോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ Q1 ഐസോതെർമൽ പ്രോസസ്സിന് നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്താണ് Q1? Q1 ഈസ് നത്തിങ് ബട്ട് NR T1 ln V2 by V1 എന്നൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ട് ഓൾറെഡി Q1 ന്. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NR T1 ln V2 by V1 divided by T1. അപ്പോൾ T1 ഉം T1 ഉം പോയി. So that is simply NR ln V2 by V1 ആണ് ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് കേട്ടോ. അത് ഒരു പ്രോബ്ലം ഡയറക്റ്റ് എന്നാൽ അതിൽ പല ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻസും ശ്രദ്ധിക്കുക. ഒന്നുകിൽ നമുക്ക് ഇതാണ് തരുന്നതെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം, വോളിയംസ് ആണ് തരുന്നതെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി അടുത്ത ശ്രദ്ധിക്കാം. ഒരു അഡയബാറ്റിക് പ്രോസസ്സിന്റെ എൻട്രോപ്പി ആണെന്ന് വിചാരിക്കുക. അഡയബാറ്റിക് പ്രോസസ് വളരെ എളുപ്പമാണ്. ഒരു അഡയബാറ്റിക് പ്രോസസ്സിന്റെ എൻട്രോപ്പി എന്താ വരിക? എൻട്രോപ്പി ഓഫ് അഡയബാറ്റിക് പ്രോസസ്. എൻട്രോപ്പി ഓഫ് അഡയബാറ്റിക് പ്രോസസ്. എന്താണ് ഒരു അഡയബാറ്റിക് പ്രോസസ്സിന്റെ എൻട്രോപ്പി? വളരെ സിമ്പിളാ. എന്താ കാര്യം എന്നറിയോ? ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡെൽറ്റ ക്യൂ ബൈ ടി. ഒരു അഡയബാറ്റിക് പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. കാരണം ഒരു അഡയബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് അങ്ങോട്ട് എടുക്കുകയില്ല, ഹീറ്റ് എടുത്ത് പുറത്തേക്ക് കൊടുക്കുകയില്ല. സോ ദിസ് ഈസ് സിംപ്ലി 0. ദിസ് ഈസ് ഇറ്റ് ഫോർ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഫോർ ആൻ അഡയബാറ്റിക് പ്രോസസ്. ഓക്കെ, ദ നെക്സ്റ്റ് കംസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹെഡിങ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് ആണ്, ഒരു ടോപ്പിക്കാണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ എ കാർനോട്ട് സൈക്കിൾ. Change in entropy in a Carnot cycle. Change in entropy in a Carnot cycle. അപ്പോൾ കാർനോട്ട് സൈക്കിളിലെ എൻട്രോപ്പിയിൽ ടോട്ടൽ സൈക്കിൾ നടന്നു കഴിഞ്ഞാൽ അതിന് എൻട്രോപ്പിന്റെ ചേഞ്ച് എന്താണ്? ഇതിങ്ങനെ ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ. ഇങ്ങനെ 4 പ്രോസസ്സാണ്. ഒന്നാമത്തെ പ്രോസസ്സ്, രണ്ടാമത്തെ പ്രോസസ്സ്, മൂന്നാമത്തെ പ്രോസസ്സ്, നാലാമത്തെ പ്രോസസ്സ്. ഒന്നാമത്തെ പ്രോസസ്സ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എടുത്തു, ഇവിടെ T1 ടെമ്പറേച്ചർ. ഇവിടെ അഡയബാറ്റിക് എക്സ്പാൻഷൻ Q0 ആണ്. ഇവിടെ Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് എടുത്തു, ടെമ്പറേച്ചർ T2. ഐസോതെർമൽ ഹീറ്റ് പുറത്തേക്ക് കൊടുത്തു കേട്ടോ. അത് എന്താണ്? ഐസോതെർമൽ കംപ്രഷൻ ആണ്. ഇവിടെ Q ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്രോസസ്സിലെയും പ്രോസസ് 1 അതിന്റെ ഡെൽറ്റ എസ് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഐസോതെർമൽ എക്സ്പാൻഷൻ ആയതുകൊണ്ട് ഹീറ്റ് എടുത്തിട്ടുള്ള പോസിറ്റീവ് ആണ്. അപ്പോൾ Q1 ബൈ T1. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, രണ്ടാമത്തെ പ്രോസസ്സ് അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അഡയബാറ്റിക് എക്സ്പാൻഷനിൽ ഡെൽറ്റ ക്യൂ ബൈ ടി ഇന്റഗ്രൽ
this is equal to 0. കാരണം എന്താ, since del q is equal to 0, del q 0 ആയതുകൊണ്ട്. ഓ വെരി സിമ്പിൾ. അടുത്തത് കംപ്രഷൻ ആണ്. മൂന്നാമത്തെ പ്രോസസ്സ് കംപ്രഷൻ ആണ്. മൂന്നാമത്തെ പ്രോസസ്സ് ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു കംപ്രഷൻ ആണ് നടന്നിട്ടുള്ള ഹീറ്റിനെ പുറത്തേക്ക് കൊടുക്കുക ചെയ്തിട്ടില്ലേ. അപ്പൊ ഹീറ്റ് അവിടെ മൈനസ് ആവില്ല. അപ്പോൾ ഐസോതെർമൽ കംപ്രഷൻ ആണ് മൈനസ് ക്യൂ ടു ബൈ ടി ടു എന്ന് വരും. മൈനസ് ക്യൂ ടു ബൈ ടി ടു. ഓക്കെ, മൈനസ് ക്യൂ ടു ബൈ ടി ടു. ഓക്കെ, നാലാമത്തെ പ്രോസസ്സ് ഡെൽറ്റ എസ് വീണ്ടും എന്താണ്, ഡെൽ ക്യൂ ബൈ ടി ആണ്. അത് നടക്കുന്നത് ഒരു അഡയബാറ്റിക് കംപ്രഷൻ ആണ്. അപ്പോൾ ദാറ്റ് വിൽ ബി 0 ബിക്കോസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു 0. ഇതാണ് 4 പ്രോസസ്സുകൾ. ഈ 4 പ്രോസസ്സിലുള്ള ഓരോ പ്രോസസ്സിന്റെയും ചേഞ്ച് ഇൻ എൻട്രോപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Therefore, I can write the total change in entropy. Total change in entropy എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പ്രോസസ്സിലെയും കൂടി കൂട്ടുക. ഡെൽറ്റ എസ് ഫോർ ടോട്ടൽ ഇസ് ഈക്വൽ ടു പ്രോസസ് 1 Q1 by T1, പ്രോസസ് 2 0, പ്രോസസ് 3 minus Q2 by T2, process 4 0. We know that Q1 by T1 is magnitude wise equal to Q2 by T2. ഇത് രണ്ടും magnitude wise equal ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ 0 ആണ് കിട്ടുക. Therefore, we can write Q1 by T1 minus Q2 by T2. Correct? This is equal to 0. Right? ഇതാണ് 0 ആവും. ഇതാണ് ഒരു കാർനോട്ട് സൈക്കിളിലെ ചേഞ്ച് ഇൻ എൻട്രോപ്പി, ദാറ്റ് ഈസ് 0. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഠിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കുറച്ചുകൂടി എക്സ്റ്റൻഷൻ ആണ് അടുത്ത ടോപ്പിക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെന്ത് ഇത്ര സിമ്പിൾ എന്നൊക്കെ തോന്നിപ്പോവും. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഫോർ എ റിവേഴ്സിബിൾ സൈക്കിൾ. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഫോർ റിവേഴ്സിബിൾ സൈക്കിൾ. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഫോർ റിവേഴ്സിബിൾ സൈക്കിൾ. അത് ഏതെങ്കിലും ഇപ്പോൾ ഒരു സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് തുടങ്ങിയത് തന്നെ അവസാനിക്കുക, അതിനാണ് നമ്മൾ സൈക്കിൾ എന്ന് വിളിക്കുക. ഓക്കെ, ഇതങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതങ്ങനെ അവസാനിച്ചു. ഇതാണ് ഒരു റിവേഴ്സിബിൾ സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പി കണ്ടുപിടിക്കുക. അതിന് അവർ പറയുന്ന പരിപാടി എന്താ അറിയും, കുറേ അഡയബാറ്റിക്സ് ഇങ്ങനെ വരയ്ക്കുക, കുറേ അഡയബാറ്റിക് കർവുകൾ ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ അഡയബാറ്റിക് കർവുകൾ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് കുറേ ഐസോതെർമൽ വെച്ചിട്ട് അതിനൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്യുക, ഇങ്ങനെ ജോയിൻ ചെയ്യുക, ഐസോതെർമൽ വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഇപ്പൊ എന്തായി, അഡയബാറ്റിക്സ് ഐസോതെർമൽ ജോയിൻ ചെയ്ത് ഓരോന്നും ഒരു കാർനോട്ട് സൈക്കിളായി. ഇതൊരു കാർനോട്ട് സൈക്കിളാണ്, ഇതൊരു കാർനോട്ട് സൈക്കിളാണ്, ഇതൊരു കാർനോട്ട് സൈക്കിളാണ്, ഇവിടെ ഒക്കെ കാർനോട്ട് സൈക്കിൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓരോ ഒരു വലിയ സൈക്കിളിനെ ഓരോ ചെറിയ 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 കാർനോട്ട് സൈക്കിളിന്റെ സെഗ്മെന്റുകളാക്കാൻ പറ്റും. ഒരു കാർനോട്ട് സൈക്കിളിന്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്താ, 0. അപ്പൊ ഈ മുഴുവൻ സൈക്കിളും ലോട്ട് ഓഫ് കാർനോട്ട് സൈക്കിളുകളുടെ റിസൾട്ടന്റ് ആണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം കാർനോട്ട് സൈക്കിളുകൾ ആയതുകൊണ്ട് ഇൻഡിവിജ്വൽ കാർനോട്ട് സൈക്കിളിന്റെ എല്ലാം ചേഞ്ച് ഇൻ എൻട്രോപ്പി 0 ആണ്. അപ്പൊ ഈ ടോട്ടൽ സൈക്കിളിന്റെയും ചേഞ്ച് ഇൻ എൻട്രോപ്പി 0 ആണ് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഇതാണ് ഒരു റിവേഴ്സിബിൾ സൈക്കിളിന്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പി. ദാറ്റ് വിൽ ഓൾസോ ബി 0. കേട്ടോ, മനസ്സിലാക്കുക. ഓക്കെ, ഫൈൻ. ഇന്നൊക്കെ ഇത്രയ്ക്കും മതി. ഇനി ഒരു ലെക്ചറും കൂടി ഉണ്ട്, അതോടുകൂടി ഇത് ടോപ്പിക്സ് ഫിനിഷ് ആവും. If you have any doubts, please come forward to ask. Okay, thank you.